ചേച്ചി ചേച്ചി ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് ചേച്ചി. എന്താ? എനിക്ക് ചേച്ചിയുടെ ഒരു ഫോട്ടോ തരൂ. ചേച്ചി പ്രശ്നം ഉണ്ടാകല്ലേ ചേച്ചി. ഞാൻ ഇങ്ങനെ വഴിയെ കൂടെ പോണ പെൺപിള്ളേരെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഒരാളാണ് ചേച്ചി. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അക്കൗണ്ട്. അങ്ങനെ കാണാൻ കൊള്ളാന്നുള്ള പെങ്ങളെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും ചേച്ചി. ലൈക്കും ഷെയർ ഒക്കെ കിട്ടും. 14.8 അക്കൗണ്ട് ചേച്ചി. ഫോളോവർ ചേച്ചിയുടെ ഫോട്ടോ ചേച്ചി 1-2 പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഫോട്ടോ ഇതുപോലെ എടുത്ത് ഞാൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലൈക്ക് കിട്ടും. വൈറലാവാനും സാധ്യത ഉണ്ട്. ഞാൻ പക്ഷേ ഒരുങ്ങിയിട്ടൊന്നുമില്ല. അതാ. അയ്യോ അതൊന്നും കുഴപ്പമില്ല ചേച്ചി. അടിപൊളിയായിട്ട് എൻ്റെ ക്യാമറയിൽ എടുക്കാം. ആണോ? പൈസ എല്ലാം തരേണ്ടി വരുമോ? ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് എടുക്കാം. വേഗം കഴിയോ? പെട്ടെന്ന് കഴിഞ്ഞു ചേച്ചി, ഒരു 10 മിനിറ്റ്. ഞാൻ എന്നാ ചെയ്യണ്ടേ? ചേച്ചി പോസ്റ്റ് ചെയ്താൽ മതി. അതെനിക്കറിഞ്ഞില്ല. ഞാൻ പറഞ്ഞുതരാം ചേച്ചി. പോസ്റ്റ് എടുക്കാം. പണ്ട് അമ്മച്ചി ഉണ്ടാക്കുന്ന റവപ്പൊട്ട് എനിക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയുണ്ടാന്നാ. എന്നിട്ട് ഒരു ദിവസം ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയേ, പക്ഷെ ശരിയായില്ല. തങ്കച്ചേട്ടത്തി ഉണ്ടാക്കി അതിന് കറക്റ്റ് മറ്റേ ഇത് വേണം, നമ്മൾ കുഴക്കുന്നില്ലേ, കറക്റ്റ് ഉള്ള വെള്ളമൊക്കെ കറക്റ്റ് ആവണം, എന്നാലേ അതിന് ആ ഒരു രീതിക്ക് കിട്ടത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സംഭവം അറിഞ്ഞോ? ഞാൻ തമിഴ്നാട്ടിൽ പച്ചക്കറി എടുക്കാൻ പോയില്ലേ രാമണന്റെ കൂടെ. തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങള് ലോഡ് കൊടുത്ത് ഇറങ്ങിയപ്പോ തന്നെ ഏതാണ്ട് ഒരു 11 മണിയായി. അങ്ങനെ ഈ തെമ്മല കേട്ടോട്ട് കേറി വരുക ചെങ്കോട്ടൊക്കെ കഴിഞ്ഞിട്ട്. ഭയങ്കര ധൈര്യ. ഇപ്പൊ രാമണ്ണിപ്പോ അശോകന്റെ പുതിയൊരു ലോറി എടുത്തു. വണ്ടി ഒരു 80-100 കയറി വരുക. പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡ് അങ്ങ് കുറഞ്ഞു. ഞാൻ എന്ത് പറ്റിയുണ്ടോ രാമണ്ണ? ഉറക്കം വരുന്നു. ഉറക്കമല്ലടാ, വണ്ടിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പുതിയ വണ്ടി സർവീസ് ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങിയ വണ്ടി. പുള്ളി പറഞ്ഞു അവിടെ ഒരു വളവുണ്ട്, ഒരു ചുറ്റുവളവ്. അവിടെ കാട് ചുറ്റിക്കുമെന്നാ പറയുന്നത്. നോക്കി ചെയ്യ്. കാട് ചുറ്റിക്കും പോലും, അതായത് പ്രേതത്തിന്റെ ശല്യമുണ്ട്. പിന്നെ ആ ചുറ്റുള്ളിടത്ത് വണ്ടികൾ ഒരുപാട് മറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആത്മാക്കളുടെ ശല്യമുണ്ട്. ഞാനിങ്ങനെ വേണ്ട ചുമ്മാ തമാശ കഥ പേടിപ്പിക്കാതെ വണ്ടി വിടെന്ന് പറഞ്ഞു. പറഞ്ഞോണ്ടിരിക്കുക വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഇടത്തുവാക്കിലോട്ട് കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സ്റ്റിയറിംഗിലോട്ട് കമന്നങ്ങ് വീണു. രാമണ്ണൻ ഞാൻ വിളിച്ചു, രാമണ്ണ ഒരനക്കമില്ല, ദേഹമൊക്കെ ഒരുമാതിരി വല്ലാതെ പെരുത്തു. ഞാൻ പെട്ടെന്ന് നോക്കി വണ്ടി ഇരുന്ന് വെള്ളം എടുത്തിട്ട് രാമണ്ണന്റെ മുഖത്ത് തളിച്ച്. രാമണ്ണ അപ്പൊ എഴുന്നേറ്റാ? ശരീരം മൊത്തം തണുത്തുന്നു. ഒറ്റ വണ്ടിയിൽ അപ്പൊ 1 മണി 2 മണി സമയം. എനിക്കൊന്നും പേടിയില്ല. കടവാവലിന്റെ ഒരു സൗണ്ടും ചുറ്റുവളവാന്ന് പറയുകയും ചെയ്തു. ഞാൻ കുറച്ച് വെള്ളം ഇട്ട് തളിച്ചു കഴിഞ്ഞിട്ട് രാമണ്ണൻ വിളിച്ചപ്പോ എഴുന്നേറ്റാ? രാമണ്ണൻ എഴുന്നേറ്റ്. പക്ഷെ അല്ല, എല്ലാ വണ്ടികളും അങ്ങനെ പോകുമ്പോ അങ്ങനെ നിന്ന് സ്ലോ ആയി പോവാറുണ്ടോ? ഇത് സ്ലോ ആയി, ഇത് ഇച്ചിരി സ്ലോയും ലൂസൊക്കെ ആവും. എന്നിട്ട് എഴുന്നേറ്റിട്ട് പുള്ളി പിന്നെ എന്തായി? എഴുന്നേറ്റിട്ടേ നമുക്ക് പുട്ടുമാറ്റി ചപ്പാത്തി കഴിക്കാലോ. ചപ്പാത്തി? രാമണ്ണന്റെ മുഖം എന്ന് കരുതി വെള്ളം തെളിച്ചത്. ഇത് ചപ്പാത്തിക്ക് പറ്റത്തില്ല, ഇത് വേറെ എന്തിനുള്ള പരിവായിട്ടുണ്ട്. അവിടുന്ന് ഞാൻ എന്തോ ആഗ്രഹിച്ചാന്നറിയോ പുട്ട് തിന്നണോന്ന്. ഉപകാരത്തിന് വിളിച്ചതാണ്. എന്തുപറ്റി? പിന്നെ കാട് ചുറ്റിച്ചോ? ഇച്ചിരി വെള്ളം തന്നെ. ഗ്ലാസ് അപ്പുറത്ത് അവിടെ ഇല്ലേ? എന്താന്ന്? അയ്യോ കാട് ചുറ്റിച്ചോ? ഞാൻ നിന്നോട് പറഞ്ഞില്ല അമ്പലത്തിൽ വരാൻ. അമ്പലത്തിൽ വരുന്ന വഴിക്ക് ഒരു ചെറുക്കൻ എന്റെ ഫോട്ടോ എടുത്ത്. അയ്യോ, ഫോട്ടോ എടുത്താ? ആരാന്നൊന്നും അറിയാൻ പാടില്ല. ഒരു ചെറുക്കൻ. ചെറുക്കൻ? ഇത് ചെറുക്കനല്ലല്ലോ. ഇതെന്താ?
വഴിയെ പോയ ഒരുത്ത ഫോട്ടോ എടുത്തപ്പോ അവന്റെ പേര് എഴുതിക്കൊള്ളു. വലിയ പോരെ ഇല്ലെന്ന് മറ്റേ ഫോണിൽ ഇങ്ങനെ നമ്മളിങ്ങനെ റീല് കാണൂലേ അതിന്റെ സ്ഥലത്ത് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ വഴി കൂടി പോണ ആൾക്കാരുടെ ഫോട്ടോ എടുക്കുമല്ലോ മറ്റേ സ്ട്രീറ്റ് ഫോട്ടോ. അത് തന്നെ ആ ചെറുക്കൻ വന്നിട്ട് എനിക്കത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൻ നിർബന്ധിച്ച് ഫോട്ടോ എടുത്തിട്ട് എന്റെ അതിനകത്ത് ആ ചെറുക്കന്റെ അതിനകത്ത് ഇടുന്ന പറഞ്ഞേക്കണ ഇൻസ്റ്റാഗ്രാം ഇത് എന്നിട്ട് എന്ത് പറഞ്ഞു? എന്റെ എന്നിട്ട് കാണിച്ചത് കൊറേ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഉണ്ട് നാളെ ഇടാന്ന് പറഞ്ഞ അതിനകത്ത്. എന്തേ കൊടുക്കേ എന്ത് കൊടുകയിന്ന്? ചേച്ചി എന്തിനാ കണ്ടവന്മാരെ വിളിക്കുമ്പോഴത്തേക്ക് ഫോട്ടോക്ക് നിന്ന് കൊടുത്തത്? എന്താ ചേച്ചിക്ക് ഇയാളെ പരിചയമുണ്ടോ? പരിചയമുണ്ടോ? എവിടെയെങ്കിലും വെച്ച് ചേച്ചി കണ്ടിട്ടുണ്ടോ? എടി പക്ഷെ അതിന്റെ നിറച്ച് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ റോഡിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ നടന്നു പോകും. ഇയാള് വന്നിട്ടുണ്ട്, ഹലോ ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയാണ്, ഫോട്ടോ എടുത്തിട്ട് അന്നേരം കാണിക്കാം. അതിനെന്താ കണ്ട ഫോട്ടോ തന്നെ കാണിച്ചു തന്നു. അത് കൂടാതെ ആ ചെറുക്കന്റെ ഈ സാധനത്തിനകത്ത് നിറച്ചും ഫോട്ടോയാ. ശരി, ഫോട്ടോ എടുത്ത് ചേച്ചിനെ കാണിച്ചു തന്നെ. ഇങ്ങനെയല്ലേ കാണിച്ചു തന്നത്? നാളെ ഈ ഫോട്ടോ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് ചേച്ചിക്ക് എങ്ങനെ അറിയാം? അവന്റെ പേജിലുള്ള സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ ഫോട്ടോ. പിന്നെ തല വെട്ടിയിട്ട് വേറെ വല്ലതും വന്നാലോ? ചേച്ചി ഡ്രസ് ഇല്ലാതെ നിൽക്കുന്ന എന്തെങ്കിലും ഫോട്ടോയില് വേറെ ആരുടെങ്കിലും ശരീരത്തിൽ കൊണ്ടുവന്ന് ചേച്ചിയുടെ തല വെച്ചാലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചേച്ചി ഇന്നത്തെ കാലം വല്ലാത്തതാണ്. ചേച്ചി ഇങ്ങനെ ഫോട്ടോയ്ക്ക് നിന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഏട്ടനെ ഓർത്താ അല്ലെങ്കിൽ ക്ലീറ്റോ ചേട്ടനെ ഓർത്താ? അവരൊക്കെ സമൂഹത്തിൽ ഇത്തിരി വിലയുള്ളവരാണ്. നാളത്തെ ദിവസം ചേച്ചി പ്രതീക്ഷിച്ചിരിക്കുമ്പോ ഇങ്ങനത്തെ വൃത്തികെട്ട ഫോട്ടോയാണ് വരുന്നെങ്കിലാ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ അവന്റെ ഐഡിയ എഴുതി കൊടുക്കുവോ? ഇതൊക്കെ കറക്റ്റ് ആണെന്ന് എങ്ങനെ അറിയാ ചേച്ചാ? അച്ചാച്ച നിന്നോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ രീതിക്കൊന്ന് ചിന്തിച്ചു നോക്കി. ഇതിലൊക്കെ ഭയങ്കര അപകടമുണ്ട്. എന്നെ ആ ചെറുക്കൻ ഇതിനകത്ത് ആ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നല്ല. പെണ്ണുങ്ങളുടെ കുറെ ഫോട്ടോ കാണിച്ചു തന്ന്. അവന്റെ മുഖം ഉണ്ടായിരുന്ന അവന്റെ മുഖം ഉണ്ടായിരുന്ന ഈ കുറെ ഫോട്ടോ ഉണ്ടായിരുന്നല്ല. ഈ ചെറുക്കനെ ചേച്ചി നേരിട്ട് കണ്ടതല്ലേ ഉള്ളു. ആ അവന്റെ ഫോട്ടോയിൽ എങ്ങനെ അവനെ കണ്ട? ഇവള് പറയണ പോലെ ഒന്നല്ലടാ, കൊച്ചൊരു പാവം കൊച്ചിനെ പോലെ ഇരുന്ന് വെച്ചത്. മുന്നേ പരിചയം ഉണ്ടോ ചേച്ചിക്ക്? ഇല്ലല്ലോ. ഇപ്പൊ ഒരു അരമണിക്കൂറിന് മുന്നേ വല്ല പരിചയമല്ലേ ഉള്ളൂ. അവൻ എങ്ങനെ പാവം ചേച്ചിക്ക് അറിയാം? ആ മുത്തെങ്ങാനമായിരുന്നു ഇപ്പൊ ഇതും ചെയ്തോണ്ട് വന്നിരുന്നെങ്കിൽ ചേച്ചി ഇവിടെ കിടന്ന് തുള്ളിയേനല്ലോ. ചേച്ചിക്ക് അത്രയും പോലും ബോധമില്ല 10-18 വയസ്സുള്ള ഒരു കൊച്ചിന്റെ അമ്മയാണെന്നുള്ള. എന്നിട്ട് വല്ല ഓമാരെയും വിളിച്ചപ്പോഴത്തേക്ക് ഫോട്ടോയ്ക്ക് നിന്ന് കൊടുത്തിട്ട് പോന്നേക്കുന്നത്. നാളെ ഈ ഫോട്ടോ എങ്ങാനും വന്നിട്ട് കുടുംബത്തിന് മാനക്കേടുണ്ടായ സത്യമായിട്ട് ഞാൻ കൂട്ടി നിൽക്കത്തില്ല. എന്നെ കൂട്ടി പിടിച്ചേക്കരുത്. ഏട്ടന്റെയും ക്ലീറ്റോ ചേട്ടന്റെ മുമ്പിൽ ചേച്ചി ഒറ്റക്ക് നിന്നോണം. ചെല്ലി പോ. ഞാൻ പറഞ്ഞാണ് നാളെ പോയാ മതി എന്ന്. അപ്പൊ ഇന്ന് തന്നെ ചേച്ചിക്ക് ഒരുങ്ങി കെട്ടി പോണം. അത് വല്ലാത്തൊരു പൊയ്ക്ക് ചേച്ചി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഈ കാലത്ത് എന്തോരം ചതി നടക്കുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് മാറങ്ങോട്ട്. അച്ചാച്ചൻ പോകരുത്. എനിക്ക് 2 ഊറ്റി പുട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് ചെല്ലി പോ. അതും കൂടെ കൊണ്ടുവയ്ക്കോ. എനിക്ക് പാത്രം കഴുകി വൃത്തിയാക്കി കൊണ്ട് തരണം. ചെല്ലി. പോണില്ലേ? പോയി ഞാൻ പോയി. ഫോട്ടോ എടുത്തോണ്ട് വന്നിരിക്കുന്നു. എന്താ ഏതാന്ന് പോലും അറിയാൻ പറ്റില്ല. ക്ലീറ്റോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ക്ലീറ്റോ ഒന്ന് നോക്കിയേ. ക്ലീറ്റോ, എനിക്കൊരു തെറ്റ് പറ്റി. അത് നമുക്ക് നാളെ തിരുത്താം. ക്ലീറ്റോ, അങ്ങനെയല്ല, ഇത് കുറച്ച് സീരിയസാ. നീ മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കൂലടി. എന്ത് ചീത്ത ഫോട്ടോയൊക്കെ വരും ഇനി മൊബൈലില്. ഇന്നേ എന്നെ വഴക്ക് പറയല്ലേ ക്ലീറ്റോ? ഫോട്ടോ ഇന്നുണ്ടല്ലോ, ഞാൻ അമ്പലത്തിൽ നിന്ന് എന്നെ വഴിക്ക് ഒരു ചെറുക്കൻ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ അവന്റെ മൊബൈലിൽ അവനെടുത്ത ഫോട്ടോ ഒക്കെ കാണിച്ചു. ഏത് ചെറുക്കൻ? ആരെവിടെ ഉള്ളത്? ഞാൻ കാണിച്ചു തരാം. എനിക്കറിയാം, ചെറുക്കൻ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു ഞാനിങ്ങനെ ഫോട്ടോഗ്രാഫറാണ്, എനിക്കിങ്ങനത്തെ ഇതാ ജോലി, ചെയ്തിട്ട് 2 ഫോട്ടോ എടുത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കൻ എടുത്ത ഫോട്ടോയൊക്കെ എന്നെ കാണിച്ചു തന്നപ്പോ ഇവിടെ വന്നപ്പോ ലില്ലി പറയണ അതൊക്കെ അവർ തല വെട്ടി വെച്ച് ചീത്ത ഫോട്ടോയാക്കൂന്ന്. നീ കരച്ചിൽ നിർത്ത്. എനിക്ക് വയ്യ, ആത്മഹത്യ. നീ സമാധാനായിട്ടിരിക്കും. ഈ ഫോട്ടോ എടുത്ത ചെറുക്കൻ നിന്റെ സാധാ ഫോട്ടോയിൽ എടുത്തത്? വഴിയിൽ വെച്ച്. അവന്റെ അഡ്രസ് തന്നിട്ടുണ്ടോ? എനിക്കെല്ലാം എഴുതി തന്നിട്ടുണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല. അത് മറ്റേ ഇതായിരിക്കും, സ്ട്രീറ്റ് ഫോട്ടോ. വിളിക്കോ?
നീ സമാധാനമായിട്ടിരിക്കുക. നിന്റെ ഫോട്ടോ എടുത്തെന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും വരെയൊന്നുമില്ല. ഇതെന്ത് വെള്ളരിക്ക പട്ടണമൊന്നും അല്ലല്ലോ. ലില്ലി പറഞ്ഞ് ലില്ലി അവൾ പറഞ്ഞെങ്കിൽ പറയട്ടെ. ഇവിടെ സൈബർ സെല്ലും സംഭവങ്ങളൊക്കെ ഉണ്ട്. നീ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നിൻ്റെ അടുത്ത് എന്ത് ആവശ്യമെന്ന് പറഞ്ഞ് ഇതിലിടാനെന്നാണ് പറഞ്ഞത്. അത്രയല്ലേ പറഞ്ഞോളൂ. ഇത് തന്നിട്ടുണ്ടല്ലോ, നമുക്ക് രാവിലെ അന്വേഷിക്കാം. നീ കിടന്ന് ഉറങ്ങും, ചുമ്മാ കിടന്ന് മോങ്ങാതെ. ഒന്നീ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കല്. ഇനി ഇത് എടുത്തു കൊടുത്തിട്ട് പിന്നെ അത് കുഴപ്പമൊന്നും വരില്ല. ഇത് സമാനമായിട്ട് കിടന്ന് ഉറങ്ങ്. ഞാൻ വിചാരിച്ച് ആരെ കൊന്നിട്ട് വന്ന് നീ കിടക്ക്, ഞാൻ വിളിച്ചോളാം രാവിലെ. ID ഇത് പേപ്പർ നമ്പറൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് തപ്പി എടുത്തോളാം. ഓരോ വിനകൾ ആവശ്യമില്ലാതെ ഉണ്ടാക്കിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൽ. ഉള്ള തലവേദന പോലെ അമ്പലത്തിൽ പോയ രണ്ടുപേര് നല്ല പണിയാണല്ലോ. തങ്കം എന്തിയടി? അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. അവളുടെ ഫോട്ടോ നീ കണ്ടോ? നോക്ക്, ഇവൾക്ക് ഫോണിലൊരു ഫോട്ടോ കാണിച്ചു തരാവുണ്ട്. നോക്ക്, അത് വന്നാ ഞാൻ രാവിലെ നോക്കിയപ്പോ കണ്ടില്ലല്ലോ. ഈ തങ്കത്തിന്റെ ഫോട്ടോ എങ്ങനെ ഈ ഫോണിൽ വന്ന്? അത് ഇന്നലെ റോഡേൽ ഒരു ചെറുക്കൻ എടുത്തതാ. അതെ, എന്താ എന്റെ ഫോട്ടോ വരാത്ത? ഞാൻ പോയില്ലായിരുന്നു കൂടെ. നീ നോക്കി നോക്ക്. ഫോട്ടോ മാത്രല്ല, അടിയിൽ ഓരോരുത്തർ എഴുതിയേക്കണോ? എന്തൊക്കെ എഴുതി നോക്ക്. സുന്ദരി കുട്ടി. അതിലൊരുത്തർ ശ്രീവിദ്യയുടെ കണ്ണുപോലെ അതായി എഴുതിയേക്കണ. ഇത് വായിച്ചു അത്രക്ക് ഭംഗിയൊന്നുമില്ല, കൊള്ളാം, അത്രേ ഉള്ളൂ. നല്ല ഫോട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞാൻ കണ്ടോ ഒരു ലൈക്കും ഒരു കമന്റും കൊടുത്തിട്ടുണ്ട്. തങ്കം, തങ്കം, വായോ ആ എടി എടി ഇത് നോക്ക്. ഫോണില് വന്നേക്കണ ഫോട്ടോ ആരുടെ? നിന്റെ ഫോണില്. എവരുടെ ഫോട്ടോ? ദേ ഫോണില് വന്ന. നീ ഇങ്ങോട്ട് വാ വേണേ. ഫോട്ടോ നോക്കടി, എത്ര ലൈക്കും കമന്റും നോക്ക്. എന്ത് സുന്ദരിയായിട്ടുണ്ട് ക്ലേറ്റോ, നോക്ക്. ഇത്രയും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടവരല്ലേ എങ്ങനെ പിന്നെ വിടുക? ഇനി സിനിമാക്കാര് കാണും, സീരിയലുകാര് കാണും, അങ്ങനെ അങ്ങോട്ട് ഫേമസ് ആവും അവസരം കിട്ടും. പിന്നെ സിനിമക്കാരും സീരിയലുകാരും ഇതും നോക്കി ഇരിക്കല്ലേ. പിന്നെ ഇതിന്നൊക്കെ കിട്ടും, എടുക്കും കൊച്ചേ. കർത്താവ്, ഇന്നലെ രാത്രി ഈ പോത്തുണ്ടല്ലോ അമ്മാവ, കരച്ചില്. ഒരു ചെറുക്കൻ എന്റെ ഫോട്ടോ എടുത്ത് ഞാൻ അപ്പം എടുത്ത് ഇനി ആ ഫോട്ടോ നഗ്ന ചിത്രമായിട്ട് വരും, എനിക്കിനി പുറത്തിറങ്ങാൻ പറ്റില്ല, കരച്ചിലായിരുന്നു. അത് ഇത് ഇവള് പേടിപ്പിച്ചതാന്ന്. ഇവള് എന്നോട് പറഞ്ഞ് മറ്റെന്താണ്ട് സാധനം ഉണ്ട് തലവെട്ടി വെക്കൂന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെന്തോ ഭാഗ്യത്തിന് ഈ ചെറുക്കൻ നല്ലതായിരുന്നു. അന്നല്ല ചക്ക നല്ല തന്നെ. അത് ഈ ചില നല്ല ഫോട്ടോസ് നോക്ക്. നീ അതിന്റെ ബാക്കി ഫോട്ടോസ് നോക്ക്. നോക്കി കണ്ടോ? ഇതേ ഐശ്വര്യമുള്ള പെണ്ണുങ്ങളെ കണ്ടു കഴിയുമ്പോഴാണ് ഇത്ര ആൾക്കാർ ഫോട്ടോ എടുക്കുക, ലൈക്ക് കൂടുതൽ കിട്ടാൻ. സൂപ്പർ. നോക്ക്, കമന്റ് നീ ഒന്ന് വായിച്ചു നോക്ക്. ഒരു കമന്റ് നോക്കിയൊക്കെ ശ്രീവിദ്യയുടെ കണ്ണുപോലെ നോക്കട്ടെ, ഇത്രയും സൗന്ദര്യമൊക്കെ നിനക്കുണ്ടോ? ചായ വേണം അമ്മാവനും അമ്മായിക്കും? ചായ വേണം. ഇന്ന് ചെലവ് ബിൽഡൊക്കെ ഇത് എന്റെ ഫോണിൽ കാണാൻ പറ്റൂലേ? പിന്നെ കണ്ടോ, ഈ പേരങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. ആ പയ്യന്റെ പേര് കണ്ടോ, അതങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് എടുക്കും മോളെ. നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. അവന്റെ നമ്പർ ഇല്ലല്ലോ. അത് മറ്റേ പേപ്പറിലുണ്ട്. വിളിക്കട്ടെ. നോക്ക്, ഇത്രയും ഭംഗിയുണ്ടല്ലോ നമ്മുടെ തങ്കത്തിന്. രാത്രി ഉറക്കത്തിൽ കിടന്നിട്ട് ചായ വേണ്ടല്ലോ, അവിടുന്ന് കുടിക്കുമല്ലോ. അതെന്നാ അവളുടെ ചെലവ്. ഇന്ന് ചായ ഇവിടുന്ന് നോക്ക് ചേട്ടാ. അമ്മായി ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതുപോലെ ആവണ്ടേ? അതൊക്കെ അതേമാതിരി ഐശ്വര്യമുള്ള മുഖമാണ് ആൾക്കാർ തെരഞ്ഞെടുക്കുള്ളൂ. ഇതേമാതിരി എന്നും ഉണ്ടായിരുന്നാ അമ്മായി അവിടെ നിന്നാണോ കുടിക്കണത്? അമ്മായി അവിടെ നിന്നാണോ? നീ ഇപ്പൊ അവരെ ചായ കുടിപ്പിച്ചിട്ട് അടങ്ങുന്നില്ലേ? അമ്മായിക്ക് ഐശ്വര്യക്കുറവൊന്നും ആ ചെറുക്കനെ വിളിച്ചപ്പോഴത്തേനും പറഞ്ഞേ ഒരു ഫോട്ടോഷൂട്ടും കൂടി ചെയ്യണോന്ന്. എന്താ മര്യാദക്ക് ചായ ഇട്ടോ. എന്റെ കമന്റ് ലൈക്ക്. ചായ വേണ്ട, ഇവിടെ ഇട്ടിട്ടുണ്ട്. അവളവിടെ കുടിച്ചോളൂ. ഞാൻ ഇവിടെ ഇറങ്ങട്ടെ. കയ്യുന്നാലും ഓടിക്കല്ലേ. ചായ ഉണ്ടടി? ഇവിടെ നിർത്തിക്കോ. ശരി, വിളിച്ച ആളല്ലേ? ലില്ലി. അതെ അതെ. നമുക്ക് അവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട്. അവിടെയാ? ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നിന്ന് മതി. അല്ല, അവിടെ കുറച്ചുകൂടെ നല്ലതാണ്. ഫോട്ടോജനിക്ക് നല്ല രീതിയിൽ കിട്ടും. എന്റെ ഫേസിന് അടിപൊളിയായിട്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഒരു കൂട്ടത്തിലുള്ള ഒരു പാവപ്പെട്ടനാണ്. അപ്പോൾ ഒരു വാട്ടർ ഹീറ്റർ പാല് വെച്ചായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വാങ്ങിച്ചു കൊടുക്കണതാണ്. അപ്പോഴേ അത് ഞങ്ങൾ ഒരു 2000 രൂപ തരും. ഇത് അഡ്വാൻസ് ആയിട്ട് ഇരുന്നോട്ട് കേട്ടാ.
അല്ല ഇങ്ങോട്ട് എന്തിനാ വന്നത്? ആ റോഡിൽ നിന്ന് എടുത്താൽ മതിയായിരുന്നു. അല്ല, ഞാൻ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മാത്രമല്ല ചെയ്യുന്നത്. ഞാൻ ഈ ഫോറസ്റ്റ് വിത്ത് സ്ട്രീറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ അല്ല ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ വേണ്ടായിരുന്നു, എനിക്ക് റോഡിലുള്ളത് അല്ല, ഇവിടെ നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ള സ്ഥലമല്ലേ, ഇപ്പൊ നല്ലതായിരിക്കും ഇവിടെ. പെട്ടെന്ന് കഴിയുമല്ലോ അല്ലേ? 2-3 ക്ലിപ്പ് നമുക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. അത് എൻ്റെ ഒരു കുറച്ച് സംഭവങ്ങളുണ്ട്, അത് വരണം അങ്ങനെ. അങ്ങനെ കിട്ടിയാൽ നമുക്ക് നിർത്താം. ഇവിടെ ഇങ്ങോട്ട് മാറിയത് ഇങ്ങോട്ട് ഒരു പോസ് തന്നെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതെ അങ്ങനെ. വെരി ഗുഡ്. ഒന്ന് ചിരിച്ചേ സൂപ്പർ. ഒന്ന് വേറൊരു പോസ് തന്നെ കമ്പിയിലോട്ട് ചേർന്ന് നിന്നിട്ട് ഇങ്ങനെ ഒന്ന് ബാക്കിലോട്ട്. കുറച്ച് അഴുക്കുണ്ട്, അത് ഇവിടെ നിന്ന് അത് കുറച്ച് താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കാൻ പറ്റും. കിടക്കണ്ട, എനിക്ക് നിന്നുള്ളതൊക്കെ മതി. ഇതിൽ കിടക്കുന്നത് ഓക്കെ. ഞാൻ അങ്ങനെയുള്ള ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ അതെ, വേറൊരു സെറ്റപ്പാണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ഇങ്ങനെ നിൽക്കാം. ഓക്കെ, പോവാം. നല്ല ചിരിച്ചേ. ഓക്കെ, അടിപൊളി. ഇത് നോക്കി, ഇത് കണ്ടോ? ഇതെങ്ങനെയുണ്ട്? അങ്ങോട്ട് അങ്ങോട്ട് ഇവിടെ വീഴും. ഇത് ഇവിടെ എന്താ ഇങ്ങനെ തടിച്ചിരിക്കുന്നത്? അത് എന്തോ കാടിന്റെ ഇത് കണ്ടോ? ഇതിപ്പം ഈ മുടി ഇങ്ങനെ കിടക്കുന്നത് ഒരു രസമല്ല. നമുക്ക് ഈ മുടി ഇപ്പുറത്തോട്ട് ഇങ്ങനെ 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 അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മുടി മാറ്റിയിട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് അതങ്ങനെ നോക്കാം. ഇപ്പുറത്തോട്ട് നൈസായിട്ടത്. ഒന്നുകൂടെ പോവാമേ. ഒന്നുകൂടെ നേരത്തെ നിന്ന് ആ പോസ് തന്നെ ഇങ്ങനെ നേരത്തെ നിന്ന് അതെ അതെ. നൈസ്. ഒന്ന് ചിരിച്ച നൈസ്. ഇത് പക്ഷെ അങ്ങോട്ട് ഇത് ഒത്തില്ല കേട്ടോ. ഇത് കൊള്ളാം, നല്ല 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 സഹ കണ്ടോ? ഇങ്ങോട്ട് ഇത് കണ്ടോ? ഈ സാധനം വരണം. നേരത്തെ അത് വന്നില്ല, അപ്പൊ അങ്ങനെ വരണം. നമുക്ക് ശരി ഈ ആംഗിള് അങ്ങോട്ട് നിൽക്കാം കുറച്ച്. അവിടെ ഞാൻ ഇവിടെ നിന്നാ മതി. അവിടെ വന്നാൽ ആ സാരി ഇങ്ങനെ പിടിച്ചേ നിങ്ങൾക്ക് എത്രയും ഭയങ്കര സ്റ്റിഫായിട്ട് കുറച്ച് ഒന്ന് ഇതാവും. പറഞ്ഞു തന്നാ മതി ചേട്ടാ, ഞാൻ നിന്നോളാം. അതുപോലെ ലൂസാ ഇതാ നമ്മൾ ആ രീതിയിൽ എടുക്കണം, അപ്പൊ എന്നാലേ കിട്ടത്തുള്ളൂ. ഈ മുടി ഇങ്ങനെ അല്ല പറഞ്ഞാ മതി. ഈ മുടിയല്ലേ ഇത്ര സമയം ഇങ്ങനെ ഇട്ടിരുന്നത്? അല്ല, ഈ മുടി അങ്ങനെ അങ്ങോട്ട് ഇടണം. അല്ല ഈ മുടി ഇങ്ങോട്ട് ഇട്ടപ്പോ പറഞ്ഞ് ഈ മുടി മാറ്റാൻ പറഞ്ഞ്. അല്ല, ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ഇടണം, ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടണം. അല്ലെ തൊടണ്ട, ഇങ്ങോട്ട് തന്നെ തൊടണ്ടെന്ന് പറഞ്ഞില്ലേ? ഇയാളല്ലേ എന്നെ കോണ്ടാക്ട് ചെയ്തത്? അതെ, ഇയാളല്ലേ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ഞാൻ പറയും പോലെ കേട്ടാലല്ലേ എനിക്ക് എന്റെ ആ ഭാവനക്കത്തുള്ള ചിത്രം എനിക്ക് പിടിക്കാൻ പറ്റും. അല്ല, അത് ചേട്ടന്റെ ഭാവനയുള്ളത് എനിക്ക് പറഞ്ഞു തന്നാ മതി. ദേഹത്തൊന്നും തൊടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് നിൽക്കാൻ ഇവിടെയാണോ നിൽക്കേണ്ടത്? ഇവിടെ നിന്നോളാം. ഒന്ന് ലൂസാക്ക്, എന്ത് ഞാൻ ബോഡി ഒന്ന് ലൂസാക്ക്. ആ ബോഡി ലൂസാക്കിക്കോളാം ചേട്ടൻ. തൊടുകയൊന്നും വേണ്ട. ഇപ്പൊ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തില്ലേ? എന്തിനാ കയ്യെ പിടിക്കണ? എന്തിനാന്ന് ഞാൻ പറഞ്ഞാ മതി. അല്ലെങ്കിൽ എനിക്ക് മതി ഇത്ര ഫോട്ടോ. നീ ആരാടി? എന്ത് എന്നെ കോൾ ചെയ്തത്? ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എനിക്കൊന്നും അറിയത്തില്ല. ഞാനാ വിളിച്ചത് ക്ലീറ്റോ ചേട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവൻ എന്റെ അവിടെ ഇവിടെ ഒക്കെ കയറി പിടിക്കാൻ. ഒന്നും പറ്റിയില്ല. എന്തിനാണ് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വന്നേ? അത് പിന്നെ ചേച്ചിയുടെ ഫോട്ടോ എടുത്തില്ല ഒരു ചെറുക്കൻ, എന്നിട്ട് ഇൻസ്റ്റയിൽ ഇട്ടില്ലേ, അപ്പൊ കൊറേ ലൈക്ക് ഒക്കെ കിട്ടിയില്ല. അതിനോട് പ്രാന്തണ്ടാടി ഫോട്ടോ എടുത്ത് നീ സിനിമ നടിയാവാൻ പോകുന്നു. ഫോട്ടോ എടുക്കാൻ വന്നേക്കണം. ചേട്ടാ ഏട്ടനോടും ചേച്ചിയോടൊന്നും പറയല്ലേ ക്ലീറ്റോ ചേട്ടാ. ബാക്കി വീട്ടിൽ വന്നിട്ട് പറയല്ലേ ക്ലീറ്റോ ചേട്ടാ. ഓരോ തോന്നിയാസങ്ങൾ കാണിച്ചിട്ട്. കിട്ടിയോ? ഫോട്ടോഗ്രാഫറിന് കിട്ടിയോ? ഫോട്ടോ എടുത്തോ? നാണുണ്ടോ നിനക്ക്? എന്റെ ഫോട്ടോ വന്നപ്പോ രാവിലെ എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോ പതുങ്ങി പോകുന്നു. അയ്യടാ, ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചല്ലേ? നിനക്ക് ഭ്രാന്തണ്ടാടി?
എന്ത് അവൾ എവിടെ ഫോട്ടോ എടുക്കാൻ പോയെന്ന്? അവള് ഡാൻസ് ക്ലാസ്സിൽ പോയാ. അവിടെ ഒരു കുട്ടീനെ പഠിപ്പിക്കാണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ഡാൻസ് ക്ലാസ് ഇല്ല, പക്ഷെ ഒരു കുട്ടീനെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അതിനെന്തോ അരങ്ങേറ്റം ഇത് കുറിക്കാൻ വേണ്ടിയിട്ട് അവള് ക്ലാസ് വെച്ച് അങ്ങനെ പോയിട്ട് വന്നതാ. ആ സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് പോയതാ. നീ അതിനെന്തിനാ പതുങ്ങി പോയത്? ഞാനോർത്ത് നീ എന്നെ ഫോട്ടോ കണ്ടിട്ട് അസൂയ കൊണ്ട് പോയതായിരിക്കും. ഓ പിന്നെ അവക്കെന്തിനാ സൂയ? അവക്ക് അങ്ങനെയൊന്നുമില്ല. പോയി കിടന്നോട്ടെ, ക്ഷീണം. ആ ഓ പോടി ഇറങ്ങി. ഡാൻസ് പഠിപ്പിച്ചല്ലേ, കുറേ സ്റ്റെപ്പൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും. പിന്നെ നീ എന്താ പറയുന്നത്? അവൾക്ക് അസൂയെന്നേ. ഞങ്ങൾ കൊടുങ്ങാവിളക്കാർക്ക് അസൂയ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഇത്ര നേരം എനിക്ക് ഒരു സംശയം ഉണ്ടായില്ല. ഇപ്പൊ ക്ലിയറായി, നല്ല അസൂയുണ്ട്.